ഞാനിപ്പോൾ നേരെ മെട്രോയിൽ കയറാൻ പോവാണ്. അപ്പം മെട്രോയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഈ റിയാദിലെ മെട്രോയിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി കാണാം. അപ്പോൾ ഇതാണ് മെട്രോ സ്റ്റേഷൻ. എൻ്റെ റൂമിനടുത്തുള്ള സുലൈമാൻ അൽ ഹബീബ് സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കയറാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ സ്റ്റേഷനാണ്. ഈ നമ്പറുണ്ട് ഓരോ സ്റ്റേഷൻ. ഇതിപ്പോൾ രണ്ടാമത്തെ നമ്പറിൽ നിന്നാണ് ഞാൻ കയറാൻ പോകുന്നത്. ഇതാണ് എൻ്റെ റൂമിനടുത്തുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതിനകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന എൻട്രൻസ്. അപ്പോൾ ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ്. നമുക്ക് ഏത് ഭാഗത്തൂടാണ് നമ്മൾ പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ഇതാണ് അതിൻ്റെ മാപ്പ്. നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയാൻ വേണ്ടി ഒരു മാപ്പാണ്. അപ്പോൾ ഇത് കയറി നമുക്ക് മേളിൽ പോകണം. എസ്കലേറ്റർ കയറി നമുക്ക് മേളിൽ പോകണം. അവിടെയാണ് നമ്മുടെ ബാക്കി ടിക്കറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പോകാം. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് മുകളിലോട്ട് പോകാം. എസ്കലേറ്റർ കയറി നമുക്ക് മുകളിൽ ചെന്നിട്ട് അവിടെയാണ് ടിക്കറ്റിൻ്റെ കൗണ്ടർ. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. ഇവിടെ മുകളിൽ കയറി വന്നപ്പോൾ ഇവിടെ അടിപൊളി ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കൊടുത്തിരിക്കുന്നതാണ് മെട്രോയുടെ ലൈൻ. അപ്പോൾ ഈ മെട്രോ ഇതിൽ യെല്ലോ ലൈൻ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ലൈൻ ഉണ്ട്. നമുക്ക് ഈ ബ്ലൂ ലൈനിലാണ് പോകേണ്ടത്. ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ റൂട്ടിനും ഓരോ മെട്രോയ്ക്ക് ഓരോ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ലൈനിലാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ അതേപോലെ യെല്ലോ ലൈൻ ഉണ്ട്. അതേപോലെ നമുക്ക് ഒരു റെഡ് ലൈൻ ഉണ്ട്. റെഡ് ആണെന്ന് തോന്നുന്നു, അതൊരു കളർ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ മെട്രോയുടെ കളറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ. അതുകൂടാതെ അതിനകത്ത് വേറൊരു ഇതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബസ്സിന്റെ റൂട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെട്രോ ഇറങ്ങിയിട്ട് ബസ്സിൽ പോകണമെങ്കിൽ അങ്ങനെയും പോകാം. അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 27ാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അത് അതിൽ എഴുതിയിട്ടുണ്ട്. അൽബത്ത എന്നാണ് ആ സ്റ്റേഷന്റെ പേരും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് എൻട്രി ആവണം. എൻട്രി ആവുന്നതിന് നമുക്ക് വേണ്ടത്, നമുക്ക് ബാങ്കിലൊരു അക്കൗണ്ടിന്റെ ഉള്ള ഒരു ATM കാർഡ് മതി. ഇപ്പോൾ എൻ്റെ ATM കാർഡ് ഇതേപോലെ വെച്ചിട്ട് ഞാൻ ഇവിടെ സ്കാൻ ചെയ്യുക. വരുമ്പോൾ നമുക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ സ്കാൻ ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ഇതേപോലെ കിടക്കുക. വേറെ പൈസയോ ടിക്കറ്റ് എടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ഇതേപോലെ അകത്തോട്ട് വരാം. നമുക്കിങ്ങനെ ATM കാർഡോ നമ്മുടെ കാർഡൊന്നും കയ്യിലില്ല, ബാങ്കിന്റെ കാർഡൊന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇവിടെ കൗണ്ടറുണ്ട്. കൗണ്ടറിൽ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് 10 റിയാലാന്നാണ് പറയുന്നത്. ടിക്കറ്റ് അല്ല സത്യത്തിൽ, അത് അതൊരു കാർഡാണ്, നമ്മുടെ മെട്രോ കാർഡാണ്. ആ കാർഡിൽ പിന്നെ നമ്മൾ പൈസ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് 10 റിയാലാണ് നമുക്ക് ആ കാർഡിന് ആദ്യം ആവുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ATM കാർഡ് കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ആ 10 റിയാൽ ലാഭിക്കാം. ഇതേപോലെ വന്ന് സ്കാൻ ചെയ്യുക. ഇപ്പം നമ്മുടെ കൂടെ വന്നവൻ പെട്ടിരിക്കുകയാണ്. അവൻ്റെ ATM കാർഡ് അവിടെ സ്കാനിങ് ആവുന്നില്ല. നമ്മൾ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും ATM കാർഡ് അവിടെ സ്കാൻ ആവുന്നില്ല. തിരിച്ച് കാർഡ് തിരിച്ച് റൊട്ടേറ്റ് ഈ ബാങ്കും NCB ഇല്ലേ, അതും ചിലപ്പോ ശരിയാവില്ല. കാർഡിന് എത്ര റിയാലെന്ന് പറഞ്ഞു? കാർഡ് 10 റിയാൽ കാർഡ്. പിന്നെ പൈസ ഇടണം. പിന്നെ പൈസ ഇടണം. കാർഡ് കൊല്ല 5 കൊല്ലത്തിന്. അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ അങ്ങോട്ട് പോകും. എന്തിനാ കാർഡ്? അപ്പൊ നിന്റെ വർക്ക് ചെയ്തോണ്ടേ? എന്റെ വർക്കാണില്ല, കപ്പീലിന്റെ അവിടെ പോയി. ഞങ്ങള് കഴിച്ചിലായിട്ടുണ്ട്. ചെറുക്കത്തെ കാർഡ് ഇപ്പോഴാണ് വർക്ക് ആയത്. എന്തായാലും ഇത്ര നേരം കാർഡ് വർക്കായില്ല. അവസാനം കഫീലിന്റെ കാർഡ് എടുത്തിട്ടാണ് വർക്ക് ആയത്. ഏത് ബാങ്കാണത്? അലിമയുടെ ആണ്. അലിമ ഭയങ്കര വിഷയമാണ്. അപ്പോൾ അങ്ങനെ ആ കാർഡുള്ളവർ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ കുറേ പണികളുണ്ട് വരും. എന്തായാലും അവസാനം വർക്കായി നമ്മൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം 2ാമത്തെ എസ്കലേറ്ററിൽ കയറിയാണ്. അപ്പം രണ്ട് എസ്കലേറ്റർ കയറിയിട്ടാണ് നമ്മൾ ഇപ്പം മെട്രോ സ്റ്റേഷന് മുകളിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് അവിടെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ ഇതിലെ കൂടെ മെട്രോ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തെ കാഴ്ചകൾ. ഇവിടാണ് നമ്മൾ നിൽക്കുന്നത്. 2 അലിമയല്ലേ? 2 ഇനിമയാണ്. പക്ഷെ ഓൻ്റെ പഴയ കാട്ടാണ്. കൈ കാണിച്ചോ? നിർത്തുവോ? ലേഡീസ് ഉണ്ടോ? നമ്മൾ കയറുക. അടി കിട്ടുവാണെങ്കിൽ ഇറങ്ങിയാൽ മതി കേട്ടോ. ലേഡീസാണ്. ലേഡീസ് അല്ലേ? എത്ര പെട്ടെന്ന് പോകൂടാ ഇത്? വെയിറ്റിംഗ് ഇല്ല. ബസ്സിലാണോ കയറി? അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയേക്കാണ്. ശരിക്കും
മെട്രോ കയറിയ ഉടനെ തന്നെ ട്രെയിൻ എടുത്തു കേട്ടോ. ഇവിടെ വെയിറ്റിംഗും കാര്യങ്ങളൊന്നും ഇല്ല. ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടുമ്പോൾ തന്നെ ഓരോ ട്രെയിൻ ഇങ്ങനെ മെട്രോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്ന ഒരു ട്രാക്ക് എതിരെ കൂടെ വേറൊരു ട്രാക്ക് ഉണ്ട്. അതിലെ കൂടെ അവിടുന്ന് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന ട്രെയിൻ അതുവഴി പോകും. അതുകൊണ്ട് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഒരെണ്ണം ദാണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ ട്രെയിനുകൾ എതിരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദൂരവും കൂടെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുള്ള് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് ഒരു മൂന്നാമത്തെ സ്റ്റേഷന് കഴിഞ്ഞ് മൂന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അണ്ടർഗ്രൗണ്ട് ആണ് ഫുള്ള്. നമ്മൾ നല്ല നല്ല ആഴത്തിലാണ് അണ്ടർഗ്രൗണ്ട് വന്നേക്കുന്നത്, തുരങ്കം വന്നേക്കുന്നത്. അപ്പോൾ ആ തുരങ്കത്തിനകത്തൂടാണ് പിന്നെ ഫുള്ള് നമ്മുടെ യാത്ര. നമുക്ക് നോക്കാം. എന്തായാലും നല്ല സ്പീഡുണ്ട്. അതുകൊണ്ട് അടുത്ത മെട്രോ വരുന്നത്. നമുക്കിങ്ങനെ മെട്രോ പൊക്കോണ്ടേ ഇരിക്കുക. അത് നല്ല ഇത്രയും, പക്ഷേ അത്യാവശ്യം ആളും ഉണ്ട് മെട്രോയിൽ കേട്ടോ. ഇപ്പം ആൾ കുറവാണ്. നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല ആളാവും എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അണ്ടർഗ്രൗണ്ട് വരും. നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ബാക്കി വീഡിയോ കാണാം. المحطة التالية هي المروج. നമ്മുടെ തുരങ്കപാത എത്തി കേട്ടോ. നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇനി ഫുള്ള് നമുക്ക് ബെത്ത വരെയും അണ്ടർഗ്രൗണ്ട് ആണ്. ബെത്ത കഴിഞ്ഞിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് മെട്രോ കയറുന്നത്, അതുവരെ വേറെ കാര്യം. അപ്പോൾ ഇനി നമ്മുടെ ബെത്ത വരെയും അണ്ടർഗ്രൗണ്ട് ആണെന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കയറി അപ്പം ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. നമുക്ക് അങ്ങോട്ട് നോക്കാം. നമ്മുടെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡ് താണ്ട ഒരു ചെറിയൊരു വെട്ടം പോലെ കാണാം. അതാണ് നമ്മുടെ പുറംഭാഗം അതാണ്. അപ്പോൾ അവിടുത്തെ വെട്ടമാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ ക്ലിയർ ആവുന്നില്ല. ബാക്ക് സൈഡിലോട്ട് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ മെട്രോയുടെ പുറകിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആ തുരങ്കത്തിൽ നിന്ന് എൻഡിൽ നിന്ന് നമ്മൾ കയറി വന്നതാണ്. അപ്പോൾ ചെറിയൊരു വെട്ടം പോലെ കാണാം. അവിടെ ഒരു മെട്രോ അടക്കം കാണാം. ഇത് സ്റ്റേഷനാണ്, അണ്ടർഗ്രൗണ്ടിലാണ് ഇനി വരുന്ന സ്റ്റേഷൻ. നമുക്ക് ബെത്ത വരെയും അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും സ്റ്റേഷൻ നമ്മൾ ഇനി ഇതേപോലെ അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത്. ഇത് വളരെ അടിയിലാണ് കേട്ടോ ഈ മെട്രോ ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് അത് മനസ്സിലാകത്തില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. 80 കിലോമീറ്റർ വരെ 80 ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത്രയും സ്പീഡിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല ഒരു എന്താണ് പറയുക, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗണ്ടും അടിയും ശബ്ദമൊന്നും ഇല്ലാത്തൊരു സ്മൂത്ത് രീതിയിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പാളത്തിന് ജോയിൻ്റ് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ടക്ക് ടക്കെന്ന്, അങ്ങനെയുള്ള സൗണ്ടുകളൊന്നും ഇല്ല. മെട്രോയ്ക്ക് അങ്ങനെ ആയിരിക്കും അതെനിക്ക് അറിയാൻ വയ്യ. സാധാരണ ഇത് വികസിക്കുമ്പം പൊളയാതിരിക്കാനാണ് ആ ജോയിൻ്റ് ഇടുന്നതാണ് അറിയുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിന് കുഴപ്പമില്ലായിരിക്കും. എന്തായാലും നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റേഷൻ കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ തോറും എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്. ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന വേറൊരു സ്റ്റേഷനിലാണ്. അതിപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതാണ്ടോ വേറൊരു സ്റ്റേഷനാണിത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ അവിടെ നിർത്തി. ഒരുപാട് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും കേട്ടോ. ആൾക്കാരായിക്കൊണ്ടേ ഇരിക്കുന്നു. മെട്രോയിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. വിദേശികളാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ളൊരു വേറൊരു പ്രത്യേകതയാണ്, പ്രത്യേകതയല്ല, ഇതിനകത്തുള്ള അടിപൊളിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്, എത്രാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്, എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ. കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ആദ്യമായിട്ട് കയറുന്നവരും ഒന്നും പേടിക്കാനുള്ള വഴിയൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് നമ്മുടെ സ്റ്റേഷൻ ഏതാണ് അറബിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. കറക്റ്റായിട്ട് നമുക്ക് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. المحطة التالية هي STC. في هذه المحطة يمكنكم التوجيه إلى المسار الأحمر. STC. Please change here for Red Line. അപ്പോൾ നമ്മുടെ സ്റ്റേഷനായ 27 എത്താറായിട്ടുണ്ട്. ഇപ്പം അടുത്ത സ്റ്റേഷനാണ് 27. നമ്മുടെ മെട്രോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കാണുമ്പോൾ ഈ തിരക്കാണെന്ന് നിങ്ങൾ കരുതിയാലും ഇതുപോലെ തന്നെ നമ്മളിപ്പം അവിടുന്ന് ബെത്ത വരെ എത്തിയപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷനിൽ 27ാമത്തെ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ട്രാക്കിൽ എത്ര മെട്രോ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതേപോലെ മെട്രോകൾ ഇങ്ങനെ 5 മിനിറ്റ് ഇടവിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ട്രാക്കിനും ഇതേപോലെ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ മെട്രോ ഉണ്ട്. എന്നിട്ടും ഇത്രയും തിരക്ക് ഇതിനകത്തുണ്ടെങ്കിൽ അപ്പോൾ ആ മെട്രോയിൽ ഇതേപോലെ ആൾക്കാർ കാണും അല്ലേ. അപ്പോൾ അതാണ് ഞാനും അങ്ങനെയാണ് കരുതുന്നത്. അതിൽ തന്നെ ആളുണ്ട്. കാരണം ഓപ്പോസിറ്റ് പോകുന്നതിനകത്തൊക്കെ മെട്രോയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം അതിനകത്ത് ഇതേപോലെ ആളുണ്ട്. അപ്പം മെട്രോയിൽ ആൾക്കാരെ ആവശ്യത്തിന് കയറുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായതൊരു കാര്യം. എന്തായാലും ഞങ്ങളിപ്പം അടുത്ത സ്റ്റേഷൻ ഞങ്ങളുടെ ബെത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് അണ്ടർഗ്രൗണ്ടിലാണ്. അണ്ടർഗ്രൗണ്ടിൽ നമുക്കിപ്പോൾ വന്നിട്ട് ഇവിടെ മാപ്പ് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏത് വഴിയാണ് നമുക്ക് വെളിയിൽ ഇറങ്ങേണ്ടത്, ഏത് വഴിയിലാണ് നമുക്ക് വെളിയിൽ ഇറങ്ങേണ്ടതെന്നൊക്കെ ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് കണ്ടോ
ഇതിപ്പോൾ റൂട്ടൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റോഡിലോട്ട് പോവാണ്. റോഡ് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേളിൽ എസ്കലേറ്റർ വഴി കയറി നമ്മൾ മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ എസ്കലേറ്റർ വഴി കയറുകയാണ്. മെട്രോ സ്റ്റേഷൻ്റെ ട്രെയിൻ ഇറങ്ങിയ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ ആദ്യത്തെ കയറി. അപ്പോൾ അടുത്തത് ഇതാണ് ഇതാണ് രണ്ടാമത്തെ എസ്കലേറ്റർ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള എസ്കലേറ്റർ ആണ്. അപ്പോൾ അതുവഴി നമ്മൾ വീണ്ടും കയറുകയാണ് മുകളിലോട്ട്. അങ്ങനെ രണ്ടാമത്തേന് മുകളിൽ വന്നതിന് ശേഷം നമുക്ക് എക്സിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാർഡ് വെച്ച പോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ കാർഡ് വെക്കുക. നമ്മൾ ഏത് കാർഡാണോ വെച്ചത് അത് ഇവിടെ വെച്ച് ഇറങ്ങാം. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മളിന്ന് പൈസയൊന്നും കട്ടായിട്ടില്ല. ഇതിൽ പറയുന്നത് നമുക്ക് 2 മണിക്കൂറോളം ഈ ഒരു കാർഡിൽ നമുക്ക് 4 റിയാൽ ആവും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞുള്ള റേറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ 4 റിയാൽ നമുക്ക് 2 മണിക്കൂർ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എസ്കലേറ്റർ കയറിയിട്ടാണ്. ഇതിപ്പം 3ാമത്തെ എസ്കലേറ്ററാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിയിൽ കൂടാണ് മെട്രോ പോകുന്നത്. നമ്മളിപ്പോൾ കയറിയേക്കുന്ന ഹൈറ്റ് ഉണ്ടോ? ഇതേപോലെ ഇതിപ്പോൾ 3ാമത്തെ എസ്കലേറ്ററാണ് കയറിയത്. അങ്ങനെ നമ്മൾ ബെത്ത സ്റ്റേഷന് വെളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബെത്ത. അപ്പോൾ ഞാൻ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേ നമ്മൾ ഈ മെട്രോ ഭൂഗർഭ റെയിൽ പോയേക്കുന്നത് മെട്രോ ചില സ്റ്റേഷനിലൊക്കെ 330 മുതൽ 390 അടി താഴ്ചയിലാണ്. ഈ പൂനിരപ്പിൽ നിന്നും താഴ്ചയിലാണ് ഈ സ്റ്റേഷൻ ഉള്ളതെന്നാണ് കാണുന്നത്. അപ്പം ഭയങ്കര സംഭവം തന്നെ അല്ലേ. തിരിച്ചു പോകാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിൽ എത്തിയേക്കണം. പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. സാധനം നീ തന്നെ ഉള്ളതിനകത്ത്. അപ്പോൾ അടുത്ത ട്രെയിൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ലൈൻ വന്നിട്ടുണ്ട്. വേഗം കയറിക്കോ. في هذه المحطة يمكنكم التبديل إلى المطار بنفسه. Next station. Capital. Please change here for Yellow Line. Please change here for Purple Line. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 2ാം നമ്പർ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. സുലൈമാൻ ഹബീബ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ചെയ്ത പോലെ തന്നെ സ്കാൻ ചെയ്യുക. കാർഡ് കയറുമ്പോൾ അവിടുന്ന് കയറുമ്പോൾ സ്കാൻ ചെയ്യുക. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുക. അപ്പോൾ 4 റിയാൽ നമുക്ക് കട്ടാവും. ഉടനെ കട്ടാവത്തില്ല. എനിക്ക് ഏകദേശം 2 മണിക്കൂർ ആയപ്പോഴാണ് കട്ടായത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതേപോലെ ഇറങ്ങാൻ പോവാണ്. മെട്രോയിൽ നമ്മൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. ലിഫ്റ്റ് വേണം. ലിഫ്റ്റ് പോവാം. ബാ, നമ്മൾ കാശ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വർക്കാവും നോക്കട്ടെ. അങ്ങോട്ട് കൊടുത്തോ. ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് തുറക്കാതെ ഒരു വട്ടം ഞാൻ നോക്കിയതാ. നമുക്ക് എത്ര പോകണ്ടേ? സ്റ്റേഷൻ ലോബിയല്ലേ? പോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് സ്കാനിങ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പൈസ ഇപ്പോഴേ കട്ടാകത്തില്ല. 2 മണിക്കൂറിനകത്തൊക്കെ മെസ്സേജ് വരും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിനകത്തൊക്കെയാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഓക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാം.